അഡിനോയിഡ് രോഗമുള്ള കുട്ടികളുടെ പാരന്റ്സിന്റെ ശ്രദ്ധയ്ക്ക്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജി കണ്ടുവരാറുണ്ടല്ലോ. അപ്പൊ എന്താണ് ഈ അലർജിക്ക് കാരണം? അതായത് നമ്മൾ അലർജൻസ് എന്ന് പറയും. പൊടി അടിക്കുന്നത്, വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ, ചിലതരം മണങ്ങള്, പിന്നെ പൂപ്പല്, പൂമ്പൊടി, ഇതൊക്കെയാണ് ഉദാഹരണത്തിന് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഒരു അലർജൻസ് ആണ്. അപ്പൊ ഇതിൽ എന്താണ് ഈ കുട്ടിക്ക് അലർജി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാനും, അതുപോലെ തന്നെ ആന്റി അലർജിക് ട്രീറ്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് എടുക്കാനും ശ്രദ്ധിക്കണം. കാരണം ഈ അലർജൻസ് പോയി കഴിഞ്ഞാൽ അഡിനോയിഡ് ഗ്രന്ഥിക്ക് അത് സ്റ്റിമുലേറ്റ് ചെയ്ത് വലിപ്പം വെക്കാനും ഇത് കാരണം നമ്മളുടെ സിംറ്റംസ് കൂടാനും കാരണമാകും. അടുത്തൊരു കാരണം എന്ന് വെച്ചാല് കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് സൈനസ് ഇൻഫെക്ഷൻ, അത് മൂക്കിന്റെ വശങ്ങളിൽ വേദന, തലയ്ക്ക് കലം, തലവേദനയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണിയിൽ നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് മുക്കി ഒന്ന് ആവി കൊടുത്താലും മതിയായിരിക്കും. ഇനി മൂക്കടപ്പുണ്ടെങ്കിൽ നമുക്ക് സലൈൻ ഡ്രോപ്സ് മൂക്കിൽ ഒഴിച്ചു കൊടുക്കാം. വളരെ സേഫ് ആണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ആണ്, നമ്മളുടെ ഒരു ശീലമാണത് തലയിൽ നിറയെ എണ്ണ തേച്ച് കുളിപ്പിക്കുക. ഈ എണ്ണ കൂടുതലായിട്ട് തേച്ചാലും അഡിനോയിഡിന്റെ വലിപ്പം വെക്കാൻ അതൊരു കാരണമാണ്. അപ്പോൾ അതൊന്ന് കുറയ്ക്കുക. പിന്നെ ഒത്തിരി തല വിയർക്കുന്ന കുട്ടികൾ, കുളിച്ചിട്ട് ഒത്തിരി വിയർക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കറക്റ്റ് ആയിട്ട് ആന്റി അലർജിക് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ അഡിനോയിഡിന്റെ ഗ്രേഡ് കൂടുന്നത്, അതായത് ഈ വലിപ്പം വെക്കുന്നത് നമുക്ക് കുറയ്ക്കാനും അഡിനോയിഡ് ഗ്രന്ഥിനെ ഒന്ന് ചുരുക്കാനും നമുക്ക് സാധ്യമാണ്.